ഹലോ. ഇന്നുണ്ടല്ലോ ഈ ചെറിയ പീസ് ക്ലോത്ത് കൊണ്ട് എങ്ങനെ നമുക്ക് തലയിൽ കെട്ടാവുന്ന ഒരു ബാൻഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ കാണിക്കുന്നത്. തലയിൽ കെട്ടില്ലേ മറ്റൊരു ബാൻഡ്, അതുണ്ടാക്കാനാണ്. നമ്മൾ ആദ്യം നീട്ടത്തിൽ കുറച്ച് കട്ട് ചെയ്യണം. നീട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നീട്ടം കുറച്ചുണ്ടെങ്കിലും കുഴപ്പമില്ല. വീതി ഒരു 2.5-3 ഇഞ്ച് മതി. അത് നേരെ സൈഡ് അടിച്ചെടുക്കുക. ഒരു പിന്ന് കുത്തിയിട്ട് അത് നേരെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കാൻ പഠിക്കണം കേട്ടോ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. നല്ല പാടുള്ള പരിപാടിയായിരുന്നു എനിക്ക് മറിച്ചെടുക്കുക എന്ന് പറയണത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഈസിയാണ്. അത് ഓരോ തുണിയുടെ അനുസരിച്ചിട്ടിരിക്കും മറിച്ചെടുക്കുന്ന പാടാണോ ഈസി ആണോ എന്നുള്ളത്. ഈ തുണി എനിക്കിവിടെ അടുത്തൊരു സ്റ്റിച്ചിങ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാട്ടോ. അവരിങ്ങനെ കളയാൻ വേണ്ടി വെച്ചതിനകത്ത് ഞാനൊരു പീസ് എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പം ആലോചിച്ചപ്പോൾ എൻ്റെ അനിയത്തിയുടെ കൊച്ചിൻ്റെ 28ആയിരുന്നേ. അപ്പോൾ ആ കൊച്ചിന് വെറുതെ ഒരു ബോയ് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു എലാസ്റ്റിക് എടുക്കണം. എൻ്റെ എലാസ്റ്റിക് ചെറുതായിരുന്നു, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് പിന്നെ കുത്തി എലാസ്റ്റിക് ഇതിനകത്തൂടെ കയറ്റണം. അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എലാസ്റ്റിക് പിന്നെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇതിനകത്ത് തന്നെയുള്ളത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് വെക്കണം. ആ ക്ലോത്തും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ബോ പിടിപ്പിക്കുമ്പം ആ ക്ലോത്തിൻ്റെ മുകളിൽ പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അവിടെ ഓപ്പണായി കിടക്കുന്ന അറിയില്ല. പിന്നെ ബോ ഉണ്ടാക്കാനായിട്ട് ഒരു പീസ് തുണിയും കൂടെ എടുത്തിട്ട് അത് ഒരു 5 ഇഞ്ച് വീതിയും ഒരു 6 ഇഞ്ച് നീളത്തിലും എടുത്ത് അതൊന്ന് അടിച്ചെടുക്കണം. അത് തിരിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിൻ്റെ ഒരു സൈഡ് മാത്രം, ഒരു സൈഡിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യേണ്ട. ആ സൈഡിൽ കൂടെ നമുക്ക് അത് തിരിച്ചെടുക്കണം ആ തുണി. വേറെയും കുറച്ച് സ്റ്റൈലിൽ ബോ ഉണ്ടാക്കാൻ പറ്റുമോ നമുക്കത് പിന്നെ നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. ഇതാണ് ഒരു ഫുൾ പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒന്നുമില്ല, അത് കറക്റ്റ് എടുത്തിട്ട് ഒന്ന് ഞൊറിഞ്ഞ് പിടിച്ച് അതിനകത്തേക്ക് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് തുന്നി വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. ഇത് ഞാൻ എൻ്റെ കൊച്ചിന് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബോയാണ്. ഇവിടെ ഒന്നും ഇപ്പോൾ വയ്ക്കാറില്ല, ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. ഇപ്പം ഞാൻ ഉണ്ടാക്കണം കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് വേണമെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ച്. ഇങ്ങനത്തെ എത്ര എണ്ണം ഞാൻ ഉണ്ടാക്കി കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്ക് സങ്കടമാവും. ഞാൻ ഇവൾക്ക് ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുക്കും, ഇവളൊന്നും ഇടില്ല. ഞാൻ തയ്ക്കുന്ന സാധനങ്ങളൊന്നും ഇടില്ല എന്ന് വാശി പിടിച്ച് നടക്കും ഇവള്. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ തയ്ച്ചതാണെന്ന് അറിഞ്ഞാൽ അവൾ ഇടുവേയില്ല. ഇനി ദേ നമ്മുടെ ബോയുടെ മുകളിൽ വല്ല കല്ലോ മുത്തോ ലേസോ എന്തെങ്കിലും വെച്ച് സെറ്റാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കയ്യിലുള്ളതുപോലെ നോക്കിയും കണ്ടും ഏതാ ചേരുന്നതെന്ന് നോക്കി എടുത്ത് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഈ ബോയ് ഉണ്ടാക്കാൻ. 10 മിനിറ്റ് പോലും വേണ്ട. തയ്ക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ അത്രയും കൂടെ വേണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എനിക്കിങ്ങനെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടി കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണല്ലോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്